ഹായ് ഫ്രണ്ട്സ്, സൗദി അറേബ്യയിൽ നമ്മൾ ഈ വെഹിക്കിളിന് ഈ ഫാക്സ് എടുക്കുന്നത് നിർബന്ധമാണ്. ഇത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഫാക്സ് ഇല്ലാതെ നമ്മൾ ഓടാറാണ് പതിവ്. അപ്പോൾ ഈ ഫാക്സ് എങ്ങനെ തിരിച്ചറിയാമെന്നുള്ള ഡേറ്റ് ടൈം തിരിച്ചറിയാമെന്നുള്ള കാര്യം നമ്മൾ ഈ റൈറ്റ് സൈഡിൽ ഗ്ലാസിൻ്റെ മുകളിൽ പണ്ട് കാലത്ത് ഒരു റൗണ്ടിലായിരുന്നു കൊടുക്കാറ്. അതിനകത്ത് ഇങ്ങനെ ഹോള് ഇങ്ങനെ ഓരോ മാസത്തിൻ്റെയൊക്കെ ഡേറ്റ് ക്ലിയർ ആയിട്ട് നമുക്ക് അറിയണമെങ്കിൽ ആ ഹോള് നോക്കിയിട്ടായിരുന്നു നമ്മൾ ചെക്ക് ചെയ്യാറ്. ഇപ്പം അതൊന്നല്ല. ഇപ്പം ഒരു 3-4 വർഷമായിട്ട്, എനിക്ക് തോന്നുന്നു 4 വർഷമായിട്ട് ഇപ്പോൾ ബാർകോഡാണ് വരുന്നത്, ഈ QR കോഡാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആ QR കോഡ് നമ്മൾ ഫോണിൻ്റെ അകത്ത് സ്കാൻ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡേറ്റ് നമുക്ക് മനസ്സിലാവും എപ്പോഴാണ് എക്സ്പയർ ആവുന്നത്. ആ എക്സ്പയർ ഡേറ്റ് ആവുന്നതിൻ്റെ മുന്നേ നമുക്ക് വെഹിക്കിൾ കൊണ്ടുപോയിട്ട് ഫാക്സിന് ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ നമ്മൾ ഡേറ്റ് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, അത് എക്സ്ട്രാ ഫൈന് കാര്യങ്ങളൊന്നും വരില്ല. നമുക്ക് അവിടെ കൊണ്ടുപോയിട്ട് സിമ്പിളായിട്ട് കുറച്ച് എമൗണ്ടേ വരുള്ളൂ. ഇതിന് വേണ്ടി നമ്മളിത് ഫാക്സ് എടുക്കാതെ മുറൂറ് പിടിക്കുകയാണെങ്കിൽ 150 രൂപ മുതൽ 300 രൂപ വരെ ഇതിന് ഫൈൻ ഈടാക്കാറുണ്ട്. അപ്പോൾ നമ്മളിത് ഇത് ബുക്ക് ചെയ്യാൻ ഇപ്പോൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഫാക്സിന് വേണ്ടിയിട്ട് വണ്ടി ഹാജരാക്കാറ്. അപ്പോൾ ഇത് ബുക്ക് ചെയ്യാൻ പലർക്കും അറിയാത്ത കാരണം ഇത് ആൾക്കാർ ബുക്ക് ചെയ്യുന്നത് പല സ്ഥലത്തും പോയിട്ട് ബുക്ക് ചെയ്യിക്കലാണ് പതിവ്. ഇതിന് വേണ്ടിയിട്ട് ക്യാഷൊക്കെ ചിലവുണ്ട് തോന്നുന്നു ബുക്ക് ചെയ്യാൻ. പക്ഷേ അത് ബുക്ക് ചെയ്യാൻ നമുക്ക് സിമ്പിളായിട്ട് നമ്മളെ ഫോണിൻ്റെ അകത്ത് ബുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടൊരു വീഡിയോ ആണ് നമ്മളിതിവിടെ ഇപ്പോൾ കാണിച്ചു തരുന്നത്. അപ്പോയിൻമെൻറ്റ് എടുക്കാനായിട്ട് നമുക്ക് ആദ്യം പ്ലേ സ്റ്റോറിൽ പോയിട്ട് വെഹിക്കിൾ സേഫ്റ്റി എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട്. സോ അതൊന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കണം. ഞാൻ ഓൾറെഡി ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫോണിൽ. സോ ഓപ്പൺ ചെയ്യുകയാണ്. വെഹിക്കിൾ സേഫ്റ്റി സെൻറ്റർ എന്നാണ് ഈ ഒരു ആപ്പിൻ്റെ പേര്. ഇവിടെ അറബിയിലാണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് അറബി അറിയാത്തതുകൊണ്ട് ഞാൻ ലാംഗ്വേജ് ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതിനായിട്ട് റൈറ്റ് സൈഡിൽ അവിടെ ഒരു 3 കുത്ത് കാണാം. സോ അതാണ് ഓപ്ഷൻ. അത് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് താഴെ 3 ഓപ്ഷൻ കാണാം. അതിനകത്ത് രണ്ടാമത്തെ ഓപ്ഷനാണ് സെറ്റിങ്സ്. സോ ഈ ഒരു സെറ്റിങ്സ് പോയാൽ ഇവിടെയും രണ്ടാമത്തെ ഓപ്ഷൻ കൊടുക്കണം. അപ്പോൾ അവിടെ ഇംഗ്ലീഷ് അറബിക് എന്നുണ്ടാവും. അതിനകത്ത് നിങ്ങൾ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക. അറബി അറിയുന്ന ആളാണെങ്കിൽ നിങ്ങൾ അറബി തന്നെ ചെയ്തോളൂ. എനിക്ക് അറിയാത്തത് കൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷ് സെലക്ട് ചെയ്തത്. ഇവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ കൊണ്ടുവന്ന വെഹിക്കിളിനെ എന്തൊക്കെ ടെസ്റ്റ് ചെയ്യുന്നതാണ്. ഓട്ടോമേറ്റഡ് ടെസ്റ്റ്, അതേപോലെ ലൈറ്റ് ടെസ്റ്റ്, അണ്ടർ കാരേജ് വിഷ്വൽ ടെസ്റ്റ്, ബ്രേക്ക് ടെസ്റ്റ്, എമിഷൻ ടെസ്റ്റ്, ഇതൊക്കെയാണ് ചെയ്യുന്നത്. സോ നമുക്കിവിടെ ബുക്കിംഗ് കൊടുക്കാം. ഈ ബുക്കിംഗ് കൊടുത്താൽ ഇവിടെ ഏത് ടൈപ്പ് ഓഫ് വെഹിക്കിൾ ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് പ്രൈവറ്റ് വെഹിക്കിൾ, അതേപോലെ പ്രൈവറ്റ് ലൈറ്റ് പിക്കപ്പ്, പിന്നെ ഹാൻഡിക്യാപ്പ് കാർ, ഹെവി പിക്കപ്പ്, ലൈറ്റ് പിക്കപ്പ്, അങ്ങനെയൊക്കെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് പ്രൈവറ്റ് വെഹിക്കിളാണ് ഞാൻ സെലക്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് താഴെ ദ പീരിയോഡിക് ഇൻസ്പെക്ഷൻ സർവീസ് എന്നുണ്ട്. അതിൻ്റെ താഴെ ദ റീ ഇൻസ്പെക്ഷൻ സർവീസ് എന്നുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ ഫ്രഷ് ആയിട്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോവുകയാണെങ്കിൽ ആദ്യത്തെ ഒരു ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. നിങ്ങൾ അവിടെ കൊണ്ടുപോയിട്ട് ടെസ്റ്റ് ഫെയിലായ ആളാണെങ്കിൽ നിങ്ങൾ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി. ഞാനിവിടെ ആദ്യത്തെ ഓപ്ഷനാണ് സെലക്ട് ചെയ്തത്. പിന്നെ രജിസ്റ്റേർഡ് വെഹിക്കിളാണോ അല്ലെങ്കിൽ അൺരജിസ്റ്റേർഡ് വെഹിക്കിളാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് ഞാനിവിടെ വെഹിക്കിൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിന് താഴെ ചോദിക്കുന്നത് രജിസ്ട്രേഷൻ കൺട്രിയാണ്. അവിടെ സൗദി അറേബ്യ തന്നെയാണുള്ളത്. പിന്നെ നമ്പർ പ്ലേറ്റ് നമ്പർ നമ്മളിവിടെ എഴുതണം, പ്ലേറ്റ് നമ്പർ. സോ അതൊന്ന് ഞാൻ ഫില്ല് ചെയ്യുന്നുണ്ട്. ഇനിയുള്ള കോളത്തിൽ ആ നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മൾ ഈ നമ്പർ ഇവിടെ കൊടുക്കുന്നതിനനുസരിച്ച് ഇതിന് താഴെയുള്ള നമ്പർ പ്ലേറ്റ് ഫില്ലായി വരും. അതിന് താഴെയായിട്ട് രജിസ്ട്രേഷൻ ടൈപ്പ് ചോദിച്ചിട്ടുണ്ട്. അതായത് പ്രൈവറ്റ് വെഹിക്കിൾ ആണോ, ഇതൊക്കെയാണ്. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആണോ, പ്രൈവറ്റ് ട്രാൻസ്പോർട്ടേഷൻ ആണോ, ഇതൊക്കെയാണ് ചോദിച്ചത്. അതിനകത്ത് ഞാൻ പ്രൈവറ്റ് ആണ് സെലക്ട് ചെയ്തത്. സോ അതിന് ശേഷം നെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഈ നെക്സ്റ്റ് കൊടുത്താൽ ഇവിടെ ഒരു ലൊക്കേഷനാണ് വരുന്നത്. ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സെൻറ്റർ ജിസാനിലാണ്. സോ അത് ഞാൻ സെലക്ട് ചെയ്യാണ്. പിന്നെ ഇവിടെ ഡേറ്റ് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ള ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് അവിടെ എത്താൻ പറ്റുന്ന ടൈമും സെലക്ട് ചെയ്യാം. എനിക്ക് അവൈലബിൾ ആയിട്ടുള്ളൊരു ടൈമാണ് കൊടുക്കുന്നത്. ഓക്കെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കാം.
ഈ നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ പേര് ഇവിടെ എഴുതാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ പേര് എഴുതാം. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ ചോദിച്ചിട്ടുണ്ട്. മൊബൈൽ നമ്പറും അവിടെ ആഡ് ചെയ്യാം. പിന്നെ മെയിൽ ഐ ഡി ആണ്, മെയിൽ ഐ ഡിയും കൊടുത്തിട്ടുണ്ട്. സോ ബുക്കാണ് അടുത്ത ഓപ്ഷൻ. നമുക്കിവിടെ ബുക്ക് ചെയ്യാം. ഇത് ബുക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫോണിലോട്ട് ഒരു OTP വരും. ആ OTP നിങ്ങളിവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം കൺഫേം കൊടുക്കുക. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലോട്ട് ഡൗൺലോഡ് ആയിട്ട് വരും നിങ്ങൾ അവിടെ കൊടുക്കേണ്ട അപ്പോയിൻമെൻറ്റ്. സോ ആ അപ്പോയിൻമെൻ്റ് ആയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന സെയിം ടൈമിലും ഡേറ്റിലും നിങ്ങളവിടെ റിപ്പോർട്ട് ചെയ്താൽ മതി. സോ അപ്പോയിൻമെൻ്റ് ആയി കഴിഞ്ഞാൽ അറ്റ് എ ടൈം നിങ്ങളുടെ ഫോണിലോട്ട് ഒരു മെസ്സേജ് വരും. സോ ആ മെസ്സേജ് നിങ്ങൾ ടെസ്റ്റിന് പോകുമ്പോൾ ഗേറ്റ് പാസ് ആയിട്ട് ഉപയോഗിക്കാം.